ഹായ്, മനോഹരമായ കാനവാഴച്ചെടിയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഇതിനെ മണിവാഴ, തോട്ടവാഴ എന്നൊക്കെ വിളിക്കും. ഇന്ത്യൻ ഷോട്ട് എന്നും വിളിക്കും. ഇതിൻ്റെ ശാസ്ത്രീയ നാമം കാന ഇൻഡിക്ക എന്നാണ്. നല്ല ഊർജ്ജസ്വലമായ പൂക്കളാണ്. ഈ തിളങ്ങുന്ന പൂക്കൾ പല കളറിലും വരുന്നുണ്ട്. ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ, പിങ്ക് കൂടാതെ ദ്വിവർണ്ണ കളറുകളിൽ ഏകദേശം എല്ലാ കളറും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇലകൾ നല്ല സമൃദ്ധമായ ഇലകളാണ്. നമ്മുടെ വാഴയുടെ ഇല മാതിരിയാണ്. പിന്നെ ഇതിന് വലിയ മെയിൻ്റെനൻസ് ഒന്നും ആവശ്യമില്ല. ഏത് സാഹചര്യങ്ങളിലും വളർത്താൻ കഴിയുന്ന മനോഹരമായ ഒരു ജനപ്രിയ ചെടിയാണിത്. പിന്നെ ഇതിൻ്റെ ജന്മദേശം എവിടെയാണെന്ന് വെച്ചാൽ അമേരിക്കയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളാണ്. ഇന്ത്യ ഉൾപ്പെടെ ലോകത്തിൻ്റെ പല ഭാഗത്തും കൃഷി ചെയ്യപ്പെടുന്ന ഒരു അലങ്കാര ചെടിയാണിത്. ഇതിൻ്റെ ഊർജ്ജസ്വലമായ പൂക്കൾ ഹമ്മിങ് ബേർഡ്സ്, ബട്ടർഫ്ലൈ, തേനീച്ച എന്നിവയൊക്കെ ആകർഷിക്കുന്നു. പിന്നെ ഇതിന് ഇന്ത്യൻ ഷോട്ട് എന്ന പേര് എങ്ങനെയാണ് വന്നതെന്നറിയണ്ടേ? ഇതിൻ്റെ വിത്ത് നല്ല കട്ടിയുള്ളതും നല്ല റൗണ്ട് ഷേപ്പിലുമാണ്. അതുകൊണ്ട് തന്നെ ഇത് തോക്കുകളിലൊക്കെ വെടിവെച്ച് കളിക്കാൻ ഉപയോഗിച്ചിരുന്നു എന്നൊരു രസകരമായ ഒരു കഥയുണ്ട്. പിന്നെ ഇതിന് വേറൊരു പേരുണ്ട് കേട്ടോ, മണിവാഴ. മണിവാഴ എന്ന പേര് വരാൻ കാരണം ഇതിൻ്റെ നല്ല മണിമണി മാതിരിയുള്ള വിത്തുകളല്ലേ, അത് മാലയാക്കി കോർത്ത് കഴുത്തിലിടുന്ന ഒരു പഴക്കം ആദ്യകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇതൊക്കെ ഒരു രസകരമായ കഥകളാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ഈ തോട്ടവാഴയുടെ അടിയിലുള്ള കിഴങ്ങിൽ നിന്ന് പുതിയ പുതിയ ചെറിയ ചെറിയ ചെടി ഉൽപ്പത്തിയാകും. അങ്ങനെ നമുക്ക് അത് മാറ്റി നടുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ വിത്തിൽ നിന്ന് നമുക്ക് പ്രൊപ്പഗേഷൻ നടത്താം. വാഴ കുടുംബത്തിൽ ചേർന്ന ചെടിയാണിത്. പിന്നെ ഈ തോട്ടവാഴയുടെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ അഴുക്ക് വെള്ളത്തെയൊക്കെ നല്ല ശുദ്ധജലമാക്കി മാറ്റാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് അഴുക്ക് വെള്ളം ചേരുന്ന സ്ഥലത്തൊക്കെ നമ്മളിത് നട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. പിന്നെ ഇത് ഒന്നോ രണ്ടോ ചെടി നട്ട് കൊടുത്താൽ തന്നെ വേഗത്തിൽ തന്നെ സ്പ്രെഡാകും. അതിൽ നിന്ന് പുതിയ പുതിയ കുഞ്ഞു തൈകൾ വന്ന് വേഗത്തിൽ അവിടെയൊക്കെ സ്പ്രെഡാകുന്നതായിരിക്കും. പിന്നെ നമുക്കത് വേണമെങ്കിൽ പറിച്ച് വേറെ സ്ഥലത്തേക്ക് മാറ്റി നടാം, ഇല്ലെങ്കിൽ കുറച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. നിലത്താണ് ഇത് നടുന്നതെങ്കിൽ 4-5 അടി ഉയരത്തിൽ വരെ വളരും. പിന്നെ ഗ്രോ ബാഗിലാണ് വയ്ക്കുന്നതെങ്കിൽ 3-4 അടി വരെ വളരും. പക്ഷേ ഗ്രോ ബാഗിൽ വയ്ക്കുകയാണെങ്കിൽ അധികം സ്പ്രെഡൊന്നും ആകാതെ. ഈ തോട്ടവാഴയെ പറ്റിയുള്ള വിവരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.